പ്രളയത്തിൽ കേരളത്തിന് തുടയായ കുമ്പളങ്ങി നടുത്തുരുത്തിയിലെ മത്സ്യത്തൊഴിലാളികൾ വേലിയേറ്റത്തെ തുടർന്ന് ദുരിതത്തിൽ. ശക്തമായ വേലിയേറ്റത്തിൽ വീടിനകത്തേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. പാമ്പുകൾ അടക്കം വീടിനകത്തേക്ക് കയറുന്നതിൽ ഭീതിയിൽ കഴിയുകയാണ് ഇവിടെയുള്ളവർ. രാവിലെയും വൈകിട്ടും കിടപ്പുമുറിയിലടക്കം വീടിനുള്ളിൽ വെള്ളം. കൈതപ്പുഴ കായലിൽ വേലിയേറ്റം ശക്തമായതോടെ പനങ്ങാട് കുമ്പളം പഞ്ചായത്തിലെ 11-ാം വാർഡിൽ താമസിക്കുന്നവരുടെ ദുരിത കാഴ്ചകളാണിത്. രാത്രിയിലും വെള്ളം കയറും, എല്ലാ കൊല്ലവും കയറും. ഈ കൊല്ലം ഇച്ചിരി കൂടുതലാണ്, കഴിഞ്ഞ വർഷം ഇത്രയും കയറിയില്ല. ഇത് രാവും പകലും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാത്രി ഈ ഇവിടം രണ്ടാമത്തെ ചവിട്ട് മുങ്ങി കയറും. നടുത്തുരുത്തിലേക്ക് എത്താനുള്ള ഏകമാർഗമായ റോഡിന്റെ പണി 12 വർഷമായിട്ടും തീർന്നിട്ടില്ല. വേലിയേറ്റത്തിൽ ഇവിടെയും വെള്ളം കയറും. 35 ലക്ഷം രൂപ പാസ്സായിട്ടും റോഡ് പണിതു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ റോഡ് തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ റോഡ് അധികാരികളാരും നോക്കുന്നില്ല. ഇപ്പോഴാണ് ഈ അടുത്താണ് ഫണ്ട് പാസ്സായത്. എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നുമുള്ള ചിന്ത അലട്ടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. വേലിയേറ്റം ഉണ്ടായിരുന്നെങ്കിലും ആദ്യമൊന്നും വീടിനകത്തേക്ക് വെള്ളം കയറാറില്ലായിരുന്നു. വെള്ളത്തിനൊപ്പം പാമ്പുകളും മീനുകളും വീടിനകത്തേക്കെത്തും. തണ്ണീർമുക്കം ബണ്ട് തുറക്കാത്തതും പുഴയിൽ നിന്ന് എക്കൽ നീക്കാത്തതുമാണ് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കായലിൽ നിന്ന് ചരൽ വാരുന്നത് നിർത്തലാക്കിയതും വേലിയേറ്റത്തിന്റെ ആക്കം കൂട്ടി. പുഴയിലെ വെള്ളം കരയിലോട്ട് കയറാൻ അപ്പൊ ആ മണ്ണൊന്ന് വാരാനായിട്ടുള്ളൊരു മാർഗം സർക്കാർ അത് ചെയ്യണം. പുഴയിൽ നിന്നൊന്നും കിട്ടപ്പോരില്ല, ഇങ്ങനെ കര പോലെ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് മാരിയെങ്കിൽ മാത്രമേ ഉള്ളൂ, കുഴി വന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളി ഷൈബിന്റെ വീടും ഇവിടെയുണ്ട്. വെള്ളം കയറി വീട് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. പ്രായമായ അച്ഛനും അമ്മയും മാത്രമാണ് ഇവിടെയുള്ളത്. വേലിയേറ്റത്തിന്റെ ദുരിതത്താൽ വർഷങ്ങളായി കഷ്ടപ്പെടുകയാണ് ഇവിടെയുള്ളവർ. അധികാരികൾ കണ്ണു തുറക്കുമെന്നും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ അലോഷിക്കൊപ്പം സാന്ദ്രാസേനൻ, ന്യൂസ് മലയാളം, കൊച്ചി.